പരിശുദ്ധമായ മുഹറം മാസത്തിലേക്ക് അഥവാ ഹിജറ വർഷത്തിൻ്റെ പ്രഥമ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പുണ്യമാസം വളരെ മഹത്വമുള്ളതാണ് എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ്. പരിശുദ്ധമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമളാനിന് ശേഷം വ്രതാനുഷ്ഠാനത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട മഹത്തായ മാസമാണ് ഈ പരിശുദ്ധമായ മുഹറം മാസം. ഒരു ഹദീസ് ഇങ്ങനെ ശ്രദ്ധിക്കാൻ നമുക്ക്, അഫ്ളലു സിയാമി ബഅദ റമളാന ഷഹ്റുല്ലാഹിൽ മുഹറം. റമളാനിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ മാസം അത് അള്ളാഹുവിൻ്റെ മാസമായ മുഹറം മാസമാണ്. അള്ളാഹുവിലേക്ക് ഏതൊരു കാര്യത്തെ അള്ളാഹു ചേർത്തി പറഞ്ഞാലും അതിന് പ്രത്യേക മഹത്വമുണ്ട് എന്നാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആശൂറ ദിവസം നോമ്പ് അനുഷ്ഠിച്ചിരുന്നു എന്ന് മാത്രമല്ല, ജാഹിലിയ കാലഘട്ടത്തിലും ഈ മാസത്തിൽ ആശൂറ അഥവാ മുഹറം 10 നോമ്പനുഷ്ഠിച്ചതായിട്ട് ഹദീസിൽ കാണാം. കാന യൗമു ആശൂറ യൗമൻ തസൂമുഹു ഖുറൈശും ഫിൽ ജാഹിലിയ. അജ്ഞാത കാലഘട്ടത്തിൽ ഖുറൈശികൾ പോലും ആശൂറ മുഹറം 10 നോമ്പനുഷ്ഠിച്ചിരുന്നു. വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമുഹു ഫിൽ ജാഹിലിയ. നബി തങ്ങളും തനിക്ക് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പേ അജ്ഞാത കാലഘട്ടത്തിൽ നോമ്പനുഷ്ഠിച്ചിരുന്നു. ഫലമ്മ ഖദിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ മദീനയിലേക്ക് ചെന്നപ്പോൾ സ്വാമഹു വ അമറ ബിസ്വിയാമിഹി, നോമ്പനുഷ്ഠിക്കുകയും നോമ്പ് നോൽക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, ഖദിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന ഫവജദൽ യഹൂദ യസൂമുഹു യൗമ ആശൂറ. വിധങ്ങൾ മദീനയിലേക്ക് ആഗമനം എത്തിയപ്പോൾ ജൂതന്മാർ നോമ്പനുഷ്ഠിക്കുന്നത് കണ്ടു ആശൂറ ദിവസത്തിൽ മുഹറം 10. ഫസുഇലു അൻ ദാലിക, അതിനെക്കുറിച്ച് അവരോട് ചോദിക്കപ്പെട്ടപ്പോൾ ഫഖാലു, അവർ പറഞ്ഞു, ഹാദാ അൽ യൗമുല്ലദി അൽഹറല്ലാഹു ഫീഹി മൂസ. മൂസാ നബിയെ അല്ലാഹു തആല രക്ഷപ്പെടുത്തിയതായ ഒരു ദിനമാണിത്. വബനി ഇസ്രായീല, ഇസ്രായേലികളെയും മിൻ ഫിർഔന, ഫിർഔനിൽ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ മൂസാ നബിക്കും ബനു ഇസ്രായേലിനും അവസരം നൽകിയതാണ്. അവർ പറഞ്ഞു, ഫനഹ്നു നസൂമുഹു തഅളീമൻ ലഹു, മൂസാ നബിയെ ആദരിക്കാൻ, ആ ദിവസത്തെ ആദരിക്കാൻ വേണ്ടി ഞങ്ങൾ നോമ്പ് നോൽക്കായിരുന്നു. മൂസാ നബിയും ബനു ഇസ്രായേൽക്കും നോമ്പ് അനുഷ്ഠിക്കുമായിരുന്നു. എന്നാൽ ഫഖാല നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, നഹ്നു ഔലാ ബി മൂസ മിൻകും ഫഅമറ ബിസൗമിഹി, നമ്മൾ മൂസാ നബിയെ കൊണ്ട് നിങ്ങളെക്കാൾ ഏറ്റവും ബന്ധപ്പെട്ടവരാണ്, അതുകൊണ്ട് ഞങ്ങൾ ഈ മുഹറം 10 നോമ്പനുഷ്ഠിക്കുന്നതാണെന്ന് പറയുക മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഇൻ ബഖീതുൽ ഖാബില, അടുത്ത വർഷം ഞാൻ ശേഷിക്കുകയാണെങ്കിൽ, ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ, ല അസൂമന്ന താസിഅ, മുഹറം 9 കൂടി നോമ്പ് നോൽക്കും. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വരുന്ന ഈ ആശൂറ ദിവസത്തിലും തസ്വ ദിവസത്തിലുമൊക്കെ നോമ്പനുഷ്ഠിക്കുന്നതോടൊപ്പം പ്രാർത്ഥന കൊണ്ടും മറ്റു സുഹൃത്തുക്കളെ കൊണ്ടും ധന്യമാക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ.